ഇതേ ഡോർ അടച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛനോ? അത് ഞാൻ മീറ്റിംഗിൽ കുറച്ച് ബിസി ആയിരുന്നു അച്ഛാ. എന്താടാ രാത്രിയിൽ മീറ്റിംഗ്? എന്താടാ രാത്രിയിൽ മീറ്റിംഗ് മധ്യ ഉണ്ടായിരുന്നു? എന്റെ അച്ഛ, അത് സോഫ്റ്റ്വെയർ ഓഫീസല്ലേ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുത്തല്ലേ, കോടിക്കണക്കിന് ശമ്പളം ചോദിക്ക്. എന്താ നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണോ? അതെന്റെ അച്ഛൻ. നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണം അല്ലേ? നീ പറ, എത്ര നിനക്ക് വേണ്ടത്? ഇതാരായി വന്നേക്കുന്നത്? ആദ്യം കറണ്ട് പോയി, ഇപ്പൊ കണ്ടില്ലേ ആരും ബെല്ലടിക്കുന്നു. എനിക്കാകെ പേടിയാവോ. ശിവ, ഇത് നമ്മുടെ ഫ്ലാറ്റാ, ഒന്ന് പേടിക്കാതിരി. How are you, my dear? After a long time. നീ എന്തടി ഒരു കോള് പോലും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? വാടി, വേഗം വാ, പോകാം. ശശി, ആരടി അവൻ? ആള് കാണാൻ ചുള്ളനാണല്ലോടി. ശിവ, മൈ ബോയ് ഫ്രണ്ട്. ശിവ, ഇത് ഷീന, എന്റെ ബെസ്റ്റി. എടി, അടിപൊളിയാണല്ലോ. ഞാനൊന്ന് കൂടിക്കോട്ടെ? കൊല്ലം പറഞ്ഞേക്കാം. അവൻ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നല്ല കുട്ടിയാ, കണ്ടറിഞ്ഞൂടെ? വേറെന്തെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ഉണ്ടോന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഡേ, അവനെ ചുമ്മാ പേടിപ്പിക്കല്ലേ. അവൻ ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതിനിടയ്ക്ക് നീയും വന്നു. അതുകൊണ്ടാണല്ലേ എക്സൈറ്റ്മെന്റ് കുറഞ്ഞത്. നല്ല ആളാണ് കേട്ടോ. ശിവ, ഇതിനുമ്പ് നീ വേറെ ആരെങ്കിലും ആയിട്ട് ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടോ? അയ്യോ, ഞാനൊന്നുമില്ല. ഷീന, എന്താടി ഇത്? ഞാനൊന്ന് കമ്പനി അടിക്കട്ടെ. എന്തുകൊണ്ടാ പോവാഞ്ഞത്? ഒരു പെണ്ണ് നിന്നെ അപ്രോച്ച് ചെയ്തില്ലേ ശിവ? അതോ അപ്രോച്ച് ചെയ്ത പെണ്ണിനെ നിനക്ക് ഇഷ്ടായില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ എനിക്കിഷ്ടപ്പെട്ട പെണ്ണ് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തു. അതിനു മുന്നേ സ്വർഗത്തിലെ കട്ടുറുമ്പായി നീ വലിഞ്ഞു കയറി ഇങ്ങോട്ട് വന്നില്ലേ? എന്താ ശശി, ഇവിടെ ഭയങ്കര നിശബ്ദതയാണല്ലോ. ആ സ്പീഡ് ബ്രേക്കറിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇവിടെ കൊല്ലാതെ വെറുതെ വിടാൻ പറ്റില്ല. ഹായ് ശിവ. ഹായ് ശശി. ഹായ്. ഇന്ന് രാത്രി പാർട്ടി ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രിയോടെ സ്ഥലം വിട്ടില്ലെങ്കിൽ ഞാൻ തരും നിനക്ക് പാർട്ടി. ഞാൻ തരാൻ പോകുന്നത് സെൻഡ് ഓഫ് പാർട്ടിയാണ്. ഞാൻ മനസ്സിൽ പറഞ്ഞത് നീ എങ്ങനെ കേട്ടു? മനസ്സിൽ വിചാരിച്ചെന്ന് പറഞ്ഞിട്ട് പുറത്തു പറഞ്ഞല്ലോ. പാർട്ടി കഴിഞ്ഞതും എന്നെ എയർപോർട്ടിൽ ഇറക്കി വിട്ട ഞാൻ പോയിക്കോളാം. എന്താ ആണുങ്ങൾക്ക് ഇക്കിളി ഉണ്ടാവോ? ഇങ്ങ് വന്നേടി. ഒരുപാട് നാണിക്കുന്നവര് നന്നായി എൻജോയ് ചെയ്യുമെന്ന. എൻജോയ്. പതിയെ. ഇപ്പൊ എന്തിനാ ഇത്ര ധൃതി? എന്തെന്ന് വെച്ചാ നിനക്ക് പോവാൻ സമയമില്ലേ? What happened? കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. What? ഇപ്പൊ ഞാൻ എങ്ങനെ പോകും? ക്യാബ് വന്നു.
ആരാ ബുക്ക് ചെയ്തേ? ഞാനാ ചെയ്തേ. ഷീന ഹാപ്പി ജേർണി. ഓക്കെ. മിസ് യു ഷീന. മിസ് യു ലോട്ട്. ഐ കാന്റ് ലിവ് വിതൗട്ട് യു. ഇതല്പം കൂടുതലല്ലേ? മനസ്സിലായില്ലേ? അടുത്ത തവണ വരുമ്പം ഇനി കോൾ ചെയ്തിട്ട് വരണം. ബൈ. ഷീന ഷീന ഷീന. മതി മതി കേറ്. അതെന്താ അത്രയ്ക്ക് മിസ് ചെയ്തോ നീ? 1/2 മണിക്കൂർ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേരം ഞാൻ നിന്റെ കൂടെ വന്നേനെ. നിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടൊരു ചെറിയ സർപ്രൈസ് തരാൻ. സർപ്രൈസോ? എന്താ അത്? വാവ്, ഐഫോണോ? ഇതാണോ മോളെ നിന്റെ സർപ്രൈസ്? ഇതിൽ ഫസ്റ്റ് സെൽഫി നമ്മുടെ തന്നെയാ. സെൽഫിയിൽ എന്താ ഇപ്പൊ ഇത്ര സർപ്രൈസ്? ഇതിൽ നമ്മൾ കിസ് ചെയ്യുന്ന വീഡിയോ വരെ ഉണ്ട്. ഇനി എന്ത് സ്പെഷ്യലാ നിനക്ക് വേണ്ടത്? എന്ത് പറ്റി? കിസ് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ട്? എടാ കള്ള. പ്ലീസ് ശശി, കൺട്രോൾ യുവർ സെൽഫ്. ഫോൺ നമുക്ക് കിട്ടും, എന്നെ വിശ്വസിക്കേ. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോ എങ്ങാനും വൈറലായ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പോ നിനക്ക് മാത്രമുള്ള ജീവിതം, എനിക്കില്ലേ? നിനക്കെന്താ, ആണല്ലേ, കോളറും പൊക്കി നടക്കാലോ. പീപ്പിൾ വിൽ തിങ്ക് യുവർ ഹീറോ. ഞാനായിരിക്കും തെറ്റുകാരി. ഹീറോയോ? നീ എത്ര എളുപ്പത്തിലാ ഇതൊക്കെ പറയുന്നേ? അതെ, എനിക്ക് അമ്മ അച്ഛനൊന്നുമില്ലേ? എനിക്ക് ഫാമിലി ഇല്ലേ? ഓരോന്ന് കാട്ടിക്കൂട്ടി ആമ്പിള്ളേരെ പോലെ ആവാൻ നോക്കല്ലേ? സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഇതേപോലെ സെൽഫി വീഡിയോ വരെ എടുക്കുന്നു. എന്നിട്ട് ഇതേപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോ ഇങ്ങനെ വലിയ വായിലിരുന്ന് കരഞ്ഞിട്ട് ചോദിക്കുമ്പോ പറയും നിങ്ങൾ ആണുങ്ങളാ, ഞങ്ങൾ പെണ്ണുങ്ങളാ. കൊള്ളാം. അതെന്താ ഇതേപോലെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾ പെണ്ണുങ്ങളാണെന്നുള്ള ഓർമ്മ വരുന്നുള്ളൂ? യു നോ വൺ തിങ്, ഞാൻ നിന്നെ തൊട് മാത്രമല്ല ചെയ്തത്, ഞാൻ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യ? എനിക്ക് 10-15 കേസുണ്ട്. എന്നാ കഥ പറ കേക്കട്ടെ. ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച വണ്ടി വന്നില്ല. പക്ഷെ വന്ന വണ്ടിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ അവളായിരിക്കും ഇനി എന്റെ പെണ്ണെന്ന് വിചാരിച്ചു. അവളും ഞാനായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയി. ഇതെന്തോന്ന് പ്രേമോ? പ്രേമുണ്ട്, അതെന്റെ മനസ്സിനകത്തായിരുന്നു. അപ്പൊ നിന്റെ എല്ലാം സിംഗിൾ സൈഡ് ലവ് സ്റ്റോറി ആണല്ലേ? പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ഈ പ്രസാദം മേടിക്കില്ലേ, അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ദേവതയെ പോലൊരു കുട്ടി. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളെ കല്യാണം കഴിയുന്നു, ഞങ്ങൾക്ക് കുട്ടികളാകുന്നു, ആ കുട്ടികളുടെ കല്യാണം വരെ കഴിയുന്നു. ബുക്ക് തരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിലൊന്നും തൊട്ട അവിടെ ഒരു ലവ് സ്റ്റോറി. പുറകിലോട്ട് തിരിഞ്ഞു പോകുന്ന പെണ്ണിന്റെ മുടി എന്റെ മുഖത്ത് കൊണ്ട അവിടെ പിന്നെ ലവ് സ്റ്റോറി. ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്നെ നോക്കിയെന്ന് വെറുതെ ചിരിച്ചാ, നമ്മളെ നോക്കിയാണല്ലോ ചിരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താൽ ഇതേ പിന്നെ ലവ് സ്റ്റോറി. ഇതുപോലെയൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്നെ പോലെയുള്ള ആമ്പിള്ളേർക്ക് ഒന്നല്ല 1000-ലധികം ലവ് സ്റ്റോറി ഉണ്ടാവും. മതി മതി മതി. എന്നെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇയാളെ പറ്റി പറ. എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, എന്റെ സീനിയറുമായിട്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്താ നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഈ കിസ്സും അന്ന് എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന്
അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്തത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോഴേ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ഐ ലവ് യു ശശി. ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. നിന്നെ പോലെ ഒരു ജെന്യൂൻ പേഴ്സൺ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഡു ദിസ് ഫസ്റ്റ് ആൻഡ് സോറി ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, നൈറ്റ് എത്ര കള്ളു പിടിച്ചാലും ഓഫീസിൽ കറക്റ്റ് ആയിട്ട് പോയില്ലേ? ഹൂ ഇസ് ദിസ്? ശിവ, നൈറ്റില് പോലീസ് ഹെൽപ്പ്. ബിഫോർ ദാറ്റ് യു ഇംഗ്ലീഷിലെ ലേഡിങ് ടോൾഡ്. അതിനു മുമ്പ് കിസ്സിങ്, പിന്നെ പബ്. എനഫ്. എന്തിനാ കോൾ ചെയ്ത്? ഞാനിപ്പോ ബിസിയാ, ഞാൻ പിന്നെ വിളിക്കാം. സോറി ഗൈസ്, സോറി. സോ സിസ്റ്റം അനാലിസിസ് എന്ന് വെച്ചാ എന്നെ വിളിക്കാന്ന് പറഞ്ഞാലും ഞാൻ വിളിക്കണമെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കണ്ടേ? എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്ക്, രാത്രി സംസാരിക്കാം. പ്ലീസ് വിളിക്കരുത്. I am enjoying. What about you? സൂക്ഷിക്കണേ, ഇത്തവണ വാച്ച്മാനോ ലിഫ്റ്റ് ബോയ്ക്കോ കിസ് കൊടുക്കല്ലേ. നിർത്താതെ 2 മിനിറ്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ചു. തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം മാഡം. India is my country. All Indians are my brothers and sisters. I love my country. I respect elders, parents and family also. ഫണ്ണി ഗൈ. ഞാൻ നിനക്ക് തന്ന ഡെഡ് ലൈൻ ഇനി 10 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. ഓക്കെ മാഡം, താങ്ക് യു. എന്റെ പേര് ശ്രുതി. ഞങ്ങളെ വിളിച്ചതിന് നന്ദി. സിം സംബന്ധമായ എന്ത് സഹായമാണ് വേണ്ടത്? പ്ലാൻ റിലേറ്റഡ് ആണോ? നോ. ഇന്റർനെറ്റ് ആണോ? നോ. Then what is your problem, sir? It's my personal problem. It is English problem. Sir, I am not an English tutor. ഇപ്പൊ എന്നോട് ഇംഗ്ലീഷിൽ സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ലെന്ന് പറഞ്ഞ് ഇയാളുടെ മേലുദ്യോഗസ്ഥനോട് കംപ്ലൈന്റ് ചെയ്യും. അത് ഉറപ്പാ. കസ്റ്റമർ കെയറിലെ പെണ്ണെ നീ വരട്ടെ ഇംഗ്ലീഷ് പഠിക്കാൻ നോക്കുവല്ലേ? വലിയ പുള്ളിയാടാ നീ. അതെ മാഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താണാവോ? അത് ഈ പല ജില്ലയിലും പല സ്ലാങ് അല്ലേ? അതുപോലെ തന്നെ ഇംഗ്ലീഷിനും പല സ്ലാങ് ഉണ്ടാവില്ലേ? അതില് ഏത് സ്ലാങ്ങാ ഞാൻ പഠിക്കണ്ടേ? സ്ലാങ് ഇരിക്കട്ടെ, ആദ്യം ലാംഗ്വേജ് പഠിക്കാൻ നോക്ക് കേട്ടോ. ഹലോ, എക്സ്ക്യൂസ് മീ, ഗിവ് 1 പേപ്പർ. അവിടെ തന്നെ ഉണ്ട്. നോ മലയാളം, ഓൺലി ഇംഗ്ലീഷ്. ഹായ് ഡാഡ്, വാട്സ്ആപ്പ്. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നുമില്ല. നിനക്ക് ജോലി കിട്ടിയോ? ജോബ് ആക്ച്വലി came but stopped after 15 days again come. നിനക്ക് എന്താടാ പറ്റിയത്? നീ എന്തൊക്കെയാ പറയുന്നേ? English dad. ഇംഗ്ലീഷ് I can speak. Can I talk? Can I talk to you for a while? Yeah. Can I come in, ma'am? Yes, come in. Ma'am, appointment letter. I have already sent you a mail. അച്ഛാ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജോലി കിട്ടി. മാസം 1 ലക്ഷം രൂപ ശമ്പളം. I swim English, I fly English, I listen English, I read English, I work in office in English. Hi, I am Rajamavali. I am VV Vinayak. I am Shekhar Kamla. അല്ല, ഇതെന്താ എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ ഈ കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? ഹായ്, ഐ ആം അർജുൻ. അവർക്ക് എന്നെ ഇഷ്ടമല്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നിനക്കും ഇഷ്ടമല്ലാതാകും. ഇപ്പൊ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശിവ, ട്വിറ്ററിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ഈവനിങ് സംസാരിക്കാം. നല്ല ഓഫീസ്. എവിടെ സ്ഥലം? രാമപുരം. രാമപുരത്താണോ? രാമപുരത്ത് എവിടെയാണേ? കീഴാച്ചേരി. അവിടാണോ? ഞാൻ അതിന് തൊട്ടടുത്തല്ലേ താമസിക്കുന്നേ. ഓ, അതെയോ? കഴിഞ്ഞു നിന്റെ ഇൻട്രോ സെഷൻ ഒക്കെ? അത് ആ കുട്ടിയുടെ എന്റെ നാട്
ഒരേടത്താ, അതുകൊണ്ട്. അപ്പൊ ലീവ് കിട്ടുമ്പോ ഒരുമിച്ച് രണ്ടുപേർക്കും നാട്ടിൽ പോവാം. അതിനു മുൻപ് ഇവിടുത്തെ ജോലിയൊക്കെ ഒന്ന് തീർക്ക്. അപ്പോ രാമപുരത്തുകാരിയാണല്ലേ? Hello Shashi, you are looking gorgeous. താങ്ക് യു. How about coffee? ഐ ഹാവ് ബോയ് ഫ്രണ്ട്. ഞാൻ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ചോദിച്ചതാ. That's okay. അശോക്, Yeah. സോറി, മേ ബി സം അതർ ടൈം.